ലൈഫിൽ ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്ത് സംഭവം ഏത് നിമിഷവും സംഭവിക്കാന്നുള്ളത് ഈ ഒരു 2 ആഴ്ച കൊണ്ട് പഠിച്ചു കേട്ടോ. ആ ഒരു എഫക്റ്റ് കാരണമാണ് സത്യം പറഞ്ഞ വീഡിയോസ് ഇടാനൊക്കെ ഒന്ന് ലേറ്റ് ആയത്. റീസൺ വേറെ ഒന്നുമല്ല, 21 ജൂലൈന് എൻ്റെ ബ്രദറും ഒരു ഫ്രണ്ടും കൂടിയിട്ട്, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു കൂട്ടുകാരൻ, അവർ രണ്ടുപേരും കൂടിയിട്ട് തേവര ഭാഗത്ത് നിന്ന് തോപ്പുംപടിയിലോട്ട് സ്കൂട്ടറിൽ വരികയായിരുന്നു. ആ സമയത്ത് അതും രാത്രിയാണ് കേട്ടോ. അപ്പോ എതിരെ വന്ന ഒരു കാറ് വന്നിട്ട് ഇവരെ ഇടിച്ചിട്ടിട്ട്, സത്യം പറഞ്ഞ ആ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന് ആ സമയം മുതലേ അൺകോൺഷ്യസ് ആയിരുന്നു. അതേപോലെ ബ്രദറിനാണെങ്കിൽ ആ വീണതിന്റെ ബുദ്ധിമുട്ടും കൈക്കും ഒക്കെ നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തു. എന്നിട്ട് സെക്കൻഡ് ഡേ തന്നെ ആ ഫ്രണ്ട് ഞങ്ങളെ വിട്ടുപോയി കേട്ടോ. അത് എത്രത്തോളം ആ ഒരു സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അറിയില്ല. കാരണം ഞങ്ങള് ഡെയിലി കാണുന്ന ഒരു മുഖം പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്ന് അത് മാഞ്ഞു പോയത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു ട്രാജഡിയും, പിന്നെ അതേപോലെ തന്നെ ബ്രദറിന് കൈക്ക് 2 സർജറി ഒക്കെ ചെയ്തു. ഇപ്പൊ ഇനി ആ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം നാള് സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു കൈ പഴയതുപോലെ ആകുമെന്നുള്ളത് അത്രയ്ക്ക് ഉറപ്പൊന്നുമില്ല. ബട്ട് എന്നാലും റൈറ്റ് ഹാൻഡ് ആണ് ബുദ്ധിമുട്ടായത്. 2 സർജറി ആ സെയിം കൈക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് ഒന്ന് സ്റ്റക്കായി പോയൊരു അവസ്ഥ. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും ഇവർ രണ്ടുപേരുമാണ് എൻ്റെ സ്ട്രോങ് പില്ലേഴ്സ്. എനിക്ക് എന്ത് സങ്കടമോ എന്ത് ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ അവിടെ നിന്ന് സൊല്യൂഷൻ കിട്ടുന്നുള്ളത് എപ്പോഴും ഉറപ്പാണ്. പക്ഷേ ആ ഒരു ആൾക്ക് തന്നെ ഇങ്ങനെ പറ്റുമ്പോൾ ഇനി ഞാൻ ആ സങ്കടം ആരോട് പറഞ്ഞു തീർക്കും എന്നുള്ളത് അറിയില്ല എന്നുള്ള രീതിക്കായി. കാരണം ഈ 2 ആഴ്ച ഞാൻ അനുഭവിച്ചത് അത്രത്തോളം ഉണ്ടായിരുന്നു. മെന്റൽ സ്ട്രെയിൻ എന്ന് പറയുന്നതുണ്ടല്ലോ, കരഞ്ഞാലും തീരാത്തൊരു സ്ട്രെയിൻ പോലത്തെ. പക്ഷെ ഈ സമയങ്ങളിൽ ബ്രദറിന്റെ കുറെ നല്ല നല്ല ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് വന്നു. എനിക്കറിയില്ല, ഓരോ നിമിഷവും ഓരോ ഫ്രണ്ട്സും വന്നത് ദൈവതുല്യം തന്നെയാണ് ഞാൻ പറയുക. കാരണം അത്രയും മനസ്സ് ഡള്ളായി നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാളൊന്ന് കൂടെ നിന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഓരോരുത്തരും വന്ന് ഭയങ്കര സപ്പോർട്ടൊക്കെ തന്നു. അങ്ങനെ ഇപ്പൊ കുറച്ചൊക്കെ ഓക്കെ ആയി. ഞങ്ങൾ ആ ലൈഫ് ഇപ്പൊ പൊരുത്തപ്പെട്ട് തുടങ്ങിയെന്ന് തന്നെ പറയാം. ഈ 2 ആഴ്ച എടുത്തോട്ട് ആ മൈൻഡ് ഒന്ന് ഇങ്ങനെ ആയി കിട്ടാൻ. അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റ് ആയത്. അപ്പോൾ ഞങ്ങൾ ഓക്കെ ആണെന്നും കൂടി പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ.